വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പുനലൂരിലെ എക്സൈസ് സമുച്ചയ നിർമ്മാണത്തിന് ടെൻഡർ നടപടിയായി. സംസ്ഥാന ബജറ്റിൽ നിർദ്ദേശിച്ച് 4 വർഷം പിന്നിടുമ്പോഴാണ് പദ്ധതിക്കായി നടപടി സ്വീകരിക്കുന്നത്. ഒരു വർഷം മുൻപ് മണ്ണ് പരിശോധന നടത്തിയതൊഴിച്ചാൽ കാര്യമായ പ്രവർത്തനം നടന്നിരുന്നില്ല. ശ്രീരാമവർമ്മപുരം മാർക്കറ്റിന് എതിർഭാഗത്തായി നിലവിലെ കാലപ്പഴക്കം ചെന്ന സർക്കിൾ ഓഫീസ് പൊളിച്ചു നീക്കിയാണ് പുതിയ സമുച്ചയം നിർമ്മിക്കുക. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് പദ്ധതി അനിശ്ചിതമായി നീണ്ടത്. കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലയായ പ്രത്യേകിച്ചും അതിർത്തി പങ്കിടുന്ന പട്ടണമായ പുനലൂരിൽ എക്സൈസ് കോംപ്ലക്സ് എന്നത് ദീർഘകാലമായി നമ്മുടെ പുനലൂരിന്റെ ഒരു ആവശ്യമായിരുന്നു. ഒട്ടേറെ ശ്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. നഗരസഭ ആ കോംപ്ലക്സ് നിൽക്കുന്ന കണ്ണായ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുകയും നഗരസഭ വേറെ സ്ഥലത്ത് എക്സൈസ് കോംപ്ലക്സ് പണിഞ്ഞു കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് നടന്നില്ല. ഇപ്പോ ഏതാണ്ട് 3.5 കോടി രൂപ ചെലവഴിച്ച് സമഗ്രമായ ഒരു എക്സൈസ് കോംപ്ലക്സ് പുനലൂരിൽ വരികയാണ്. സർക്കിൾ ഓഫീസ്, ഇൻസ്പെക്ടർ ഓഫീസ്, ക്വാർട്ടേഴ്സുകൾ, ലഹരി വിമുക്ത പദ്ധതിയുടെ ഓഫീസ്, തൊണ്ടിമുറി എന്നിവയടക്കം പുതിയ കെട്ടിടത്തിലൊരുക്കും. 3 കോടിയോളം രൂപയാണ് ചിലവ്. പൊതുമരാമത്ത് വകുപ്പിന്റെ ആർക്കിടെക്ചർ വിഭാഗമാണ് രൂപരേഖ തയ്യാറാക്കിയത്. നിലവിൽ എക്സൈസ് സർക്കിൾ ഓഫീസ് പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലാണ്. ഓടുമേഞ്ഞ മേൽക്കൂരയിൽ ടാർപോളിൻ വിരിച്ചാണ് ചോർച്ചയിൽ നിന്നിപ്പോൾ കെട്ടിടം സംരക്ഷിക്കുന്നത്. ന്യൂസ് 18 പുനലൂർ.